ശ്രീ ഉല്ലാസ് ബാബു, ബി ജെ പിക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ ഇത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസിന് പ്രധാനമായ ഒരു ആരോപണം. മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആദ്യഘട്ടങ്ങളിലൊന്നും ഒരിടത്തും ബി ജെ പി CAA നടപ്പിലാക്കിയെന്ന അവകാശവാദം ഉന്നയിച്ചു കണ്ടില്ല. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഈ വിഷയം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇതിലൊക്കെ മറുപടി പറയുന്നത് കാണുന്നത്. എൻ്റെ നിരീക്ഷണം ശരിയാണോ എന്നറിയില്ല, താങ്കളാണത് പറയേണ്ടത്. നോക്കൂ ഉമേഷ്, BJPയുടെ ഒരു ഉത്തരവാദിത്വമാണ് BJP തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക എന്ന് പറയുന്നത് BJPയുടെ ഉത്തരവാദിത്തമാണ്. BJP പറഞ്ഞ കാര്യങ്ങൾ BJP കൃത്യമായി നടപ്പിലാക്കും. BJP CAA നടപ്പിലാക്കും എന്ന് പറയപ്പെടുന്നത് ഒരു നാടിന്റെ ആവശ്യമാണ് എന്നേ. നാടിന്റെ സ്വത്വത്തെക്കുറിച്ചും നൈതികതയെക്കുറിച്ചും എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു. നോക്കൂ, ഒരു നാടിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ല. പിന്നെ അത് BJP നടപ്പിലാക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാതെ വർഷങ്ങളോളം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റാത്ത കുറെ വിദ്യാസുരന്മാരുടെ നേതാക്കന്മാർ കവലപ്രസംഗം നടത്തും. BJP മൂന്നാം തവണ വരില്ല. അത് കുറച്ചു നാൾ ഉണ്ടാവും, 4-ാം തീയതി വരെ. 4-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും ഓട്ടം തുടങ്ങും. ഭാരത് ചോടോ എന്ന് പറഞ്ഞ് ഓടാമെന്നല്ലാതെ ഇന്ത്യ മഹാരാജ്യം എഴുതി വെച്ചോ ഉമേഷ്, BJP മൂന്നാം തവണ വിജയിച്ച് അധികാരത്തിൽ വരും. അതിൽ ഒരു പ്രയാസവുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണല്ലോ മൻമോഹൻ സിംഗ്. അദ്ദേഹമായിരുന്നല്ലോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി 10 വർഷം. 2003 CAB-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കുകയാണ് പാർലമെന്റിനകത്ത്. അത് ഇല്ല എന്ന് ഇവർ പറയുന്നത് പാർലമെന്റ് രേഖയാണ്. അന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാനായ ശ്രീ LK അദ്വാനിജി അദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ്, ഇവർക്ക് അറിയാമെന്ന് തോന്നുന്നു, ഈ റോണിക്ക് അറിയാവുന്ന ആളാണ് മൻമോഹൻ സിംഗ് എന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? After the partition of our country, the minorities in the countries like Bangladesh have faced the persecution, and it's our moral obligation that the circumstances force unfortunate people to seek the refuge of our country, and our approach to granting citizenship to them should be more liberal. Hope that the Honorable Deputy Prime Minister will bear this mind and charting out the future course of action with regard to the Citizenship Act. എന്ന് കൃത്യമായി പറയുന്നു. 2012 നടക്കുന്ന പാർട്ടി കോൺഗ്രസിനകത്ത് തീരുമാനമെടുക്കുന്നു. എന്താ തീരുമാനമെടുത്തതെന്ന് അറിയാമോ? അല്ലെങ്കിൽ പറഞ്ഞ് ഇന്ത്യൻ സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? സിംപത്തറ്റിക്കലി കൺസിഡർ ചെയ്യാനാ പറയുന്നത്. എന്തിനാ? ഈ അഭയാർത്ഥികളുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ പരിപാടികൾ, ഈ 2 സംവിധാനങ്ങളും കൃത്യമായി കൊണ്ട് ഈ പരിപാടികളിൽ തീരുമാനമെടുത്തിട്ട് അത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് രാഷ്ട്രീയപരമായി, മതപരമായി, ജാതീയമായി, വർഗീയമായി ഇവരെ വേർതിരിച്ചുകൊണ്ട് മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ബോധം വന്നപ്പോൾ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്? ഇവരെ 2 ആക്കുക, ഇവരെ 4 ആക്കുക, ഇവരെ 16 ആക്കുക. കമ്മ്യൂണിസ്റ്റുകാര് അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുണമില്ല എന്നേക്കാം. കാരണം എന്താ വെച്ചാൽ 4 സീറ്റിന് വേണ്ടി മത്സരിക്കുന്നവരും ഈ 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന റോണിക്കും ഇതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കാമെന്നല്ലാതെ 400 സീറ്റിലേക്ക് വിജയിച്ചു കയറുന്ന BJPയോടൊന്നും നിങ്ങൾ ഇതിന്റെ ഈ അഭ്യാസം ഒന്നും വെച്ചിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ റോണി പറയുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? NRC, NPR. ഉമേഷേ, സത്യസന്ധമായി പറ, രാഷ്ട്രീയം മാറ്റിവെക്ക്. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? ഈ CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് NRCയോ NPRോ പ്രതിപാദിച്ചിട്ടുണ്ടോ? 2, സുപ്രീം കോടതിയുടെ ഒരു നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ BJP ആണോ നേരിട്ട് വന്ന് നടപ്പിലാക്കുന്നത്? അപ്പൊ അതൊക്കെ BJPയുടേക്ക് തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരു ആന്റി മുസ്ലിം ആണ് എന്നും ഇതൊരു വയലേഷൻ ആണ് എന്നും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ല നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങൾ അധികാരത്തിൽ ഇത്രക്കാലം ഉണ്ടായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക റോണി, ഒരു നാണവും മാനവും ഇല്ലാതെ. എന്റെ റോണിയെ, ഈ കേരളത്തിനകത്ത് നെല്ലിന്റെ താങ്ങുവില നിശ്ചയിച്ച സമയത്ത്, കേന്ദ്രം കൊടുത്ത താങ്ങുവില കൂട്ടി നിശ്ചയിച്ച സമയത്ത്, അത് കേരളം കൊടുക്കുന്ന ഗ്രാന്റിൽ നിന്ന് കുറച്ച സമയത്ത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ നിയമസഭ എന്ത് ചെയ്യുകയായിരുന്നു? കർഷകന് കൊടുത്തോ? അവനവൻ വിതയ്ക്കുന്ന നെല്ല് അവനവൻ കൊയ്ത് അവനവൻ ചാക്കിലിട്ട് അവനവൻ മൂട്ടി ഈ സപ്ലൈകോയ്ക്ക് കൊടുക്കുമ്പോൾ, മില്ലുകളിലേക്ക് കൊടുക്കുമ്പോൾ DBT ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ സാധിക്കാത്ത ഈ കേരള സർക്കാർ ചതിച്ചപ്പോ നിങ്ങളെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നു. എന്നിട്ട് കർഷകന് വേണ്ടി നിങ്ങൾ കരയുന്നോ? ഞങ്ങൾ കൃത്യമായിട്ട് ഈ നാടിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളോട് കൃത്യമായി സംബന്ധിച്ചതിന് ശേഷമാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മാൻഡേറ്റിന് വരുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അവിടെ ഒരു സംശയമില്ലാതെ ഞങ്ങൾ ജയിച്ചു കയറും. വെറുതെ നിങ്ങൾ ഒരുപാട് വർഷം ഭരിച്ചിട്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കി ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് വരും വർഷങ്ങളിൽ അതിന്റെ ഏറ്റവും വലിയ മേഖലയിലേക്ക് എത്തിച്ചേരുമെന്ന് അറിഞ്ഞപ്പോ
വരെ മുട്ടുമ്പോ എന്റെ റോണിയെ കൊഞ്ഞനം കുത്തിയിട്ട് ഒരു കാര്യവുമില്ല. 50 കൊല്ലം കഴിഞ്ഞാൽ റോണിയുടെ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് എഴുതി വെച്ചോ. അതിന് പാകമുള്ള ഒരു ദീർഘശാലിയുമില്ല, ഒരു ദീർഘവീക്ഷണമുള്ള നേതാവും ഈ കോൺഗ്രസിനകത്ത് ഇന്നില്ല എന്ന് റോണി വെച്ചോ. ഇന്ന് വരുന്നവരും പോകുന്നവരും ലോട്ടറി കച്ചവടം നടത്തുന്നവര് വിളിക്കല്ലേ, വരൂ പ്രധാനമന്ത്രിയാക്കാം, വരൂ പ്രധാനമന്ത്രിയാക്കാം. എവിടെ രാഹുൽ ഗാന്ധി, എവിടെ പ്രിയങ്ക ഗാന്ധി, എവിടെ സോണിയാഗാന്ധി? ഇപ്പൊ കെജ്രിവാളിന്റെ തോളത്തും കയറി ഇങ്ങനെ നടക്കല്ലേ. പണ്ട് ഈ അനിൽ എന്ന് പറയപ്പെടുന്ന PCC അധ്യക്ഷൻ ഡൽഹിയിൽ പരാതി കൊടുത്തല്ലോ. കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ കെജ്രിവാളിനെ അകത്തിടാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അകത്തിടുന്നില്ല എന്ന് പറഞ്ഞ് ഡെയിലി പത്രസമ്മേളനമായിരുന്നു BJPക്ക് നേരെ. ഇപ്പൊ കെജ്രിവാളിന്റെ തോളത്ത്, ഇടത്തെ തോളത്ത് രാഹുലിനെയും വലത്തെ തോളത്ത് ഗാർഗയെയും കയറ്റി വെച്ച് കെജ്രിവാളിനെ അങ്ങനെ നയിച്ചു കൊണ്ട് നടക്കുമ്പോ അവനവന്റെ സ്വത്വം പണയം വെച്ച് ഇന്ത്യ മഹാരാജ്യത്ത് വേർത്തി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കൂല റോണി. നിങ്ങളുടെ കോൺഗ്രസ് 50 കൊല്ലം നടന്നാലും ഇന്ത്യ മഹാരാജ്യത്ത് പച്ച തൊടാൻ പോകുന്നില്ല എന്ന് എഴുതി വെച്ചോ. ഞങ്ങൾ 3-ാം തവണയും ഭരിക്കും, 4-ാം തവണയും വരും, 5-ാം തവണയും വരും. കാരണം ഞങ്ങൾക്ക് കൂറ് ജനങ്ങളോടും നിങ്ങൾക്ക് കൂറ് പണത്തോടുമാണ്. അതിന്റെ പ്രശ്നം